പ്രണയവിവാഹമായിരുന്നു അതോ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു? അറേഞ്ച്ഡ് മാരേജ്. ഞങ്ങൾ +1 +2 ഒരുമിച്ചായിരുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും +1 +2 തൊട്ട് പ്രണയത്തിലായിരുന്നു. അല്ല അല്ല, ഇവളൊക്കെ എന്റെ പുച്ഛായിരുന്നു. ഫോട്ടോഗ്രാഫ് കൊടുത്തപ്പില്ലേ നീരജിന് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഞാൻ നമ്പർ കൊടുത്തു. അന്ന് ഞാൻ നോട്ട് ചെയ്തതാ. അല്ല, ഞാൻ ആരോടും മിണ്ടത്തില്ലായിരുന്നു. എന്നിട്ട് എന്തിനാ എനിക്ക് താ മെസ്സേജ് അയച്ചത്? അതാണ് എന്റെ നഷ്ടം. ഡൈവോഴ്സ്. ഷോയ്ക്ക് പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫൺ മൊമെന്റ്സ് അവിടെ ഉണ്ടാവുമല്ലോ. ഫണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊക്കെ അകത്തായിരുന്നു തോന്നുന്നു. ഇവളും കീർത്തനയും കൂടെ വെളിയിലോട്ട് ഇറങ്ങി. മറ്റേ ഈ കുറെ പേരുണ്ടാവുമല്ലോ മൈക്ക്. അവർ ആംഗിൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ. ഇവള് വന്നപ്പോഴേ ഇങ്ങനെ അജു വർഗീസ്, ധ്യാൻ ശ്രീനിവാസൻ ഇവരോടൊക്കെ നമുക്കൊരു ആഡ് ചെയ്യാൻ പറ്റി. ഒരു റൗണ്ട് ടേബിളിൽ, വലിയ ടേബിളിലാണ്. അജു വർഗീസ് ഇവിടെ ഉണ്ട്, ധ്യാൻ ശ്രീനിവാസൻ ഇവിടെയുണ്ട്. ഒരു സീനുണ്ട്, ഒരു സ്പൂണിൻ്റെ അടുത്ത് കൊടുക്കുന്ന ഒരു ഐസ്ക്രീം കൊടുക്കുന്നത്. എനിക്ക് ഇവളെ 100% വിശ്വാസമാണ്, ഇവള് ചെയ്യും. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ തരുന്നതാണ്. നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ട്രാജഡി ആയിട്ടാണ് പൊക്കോണ്ടിരുന്നത്. അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മൊത്തം പ്രശ്നങ്ങളാണ്. ജോലി പോയി, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത്രയും മോശം സിറ്റുവേഷനിൽ നിന്നാണ് നമ്മൾ വന്നത്. കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചിരിച്ചത് തന്നെ. ഹായ്, ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് യൂട്യൂബേഴ്സ് ആണ്, ഇൻഫ്ലുവൻസേഴ്സ് ആണ്, നമ്മുടെ സ്വന്തം നീരജും ബിൽജയും. ഹലോ. എന്തുകൊണ്ട് വിശേഷമൊന്നുമില്ല. അവിടെ എന്നാ ഉണ്ട്? സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ പൊന്നെ, നിങ്ങൾക്കറിയോ ഞാൻ എന്ത് കഷ്ടപ്പെട്ട ഇവിടെ വന്നിരിക്കുന്നത്. കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് ഇങ്ങനെ നീരജിൻ്റെ പുറകെ നടക്കും. നീരജ് ഒരു ഇന്റർവ്യൂ തരൂ. ഫുൾ ബിസി ആണെന്നേ. അത്ര ബിസി ആയിട്ടുള്ള ഇവരുടെ ടൈം നോക്കുമ്പോൾ നമ്മുടെ ടൈം നോക്കത്തില്ല. അതെ, നമ്മുടെ ടൈം നോക്കുമ്പോൾ ഇവർക്ക് പറ്റത്തില്ല. ഇതും മാറിപ്പോയിട്ട് ഇപ്പോൾ വന്ന് നിൽക്കുന്നതാണ് ഇങ്ങനെ. അതെ. ഇപ്പൊ സമയം എത്രയും? രാത്രി 8:15 കഴിഞ്ഞുള്ള സമയമാണ്. പക്ഷെ കൊള്ളാം, നല്ല ഒരു പോസിറ്റീവ് വൈബൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ലൈഫൊക്കെ? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് തന്നെയുള്ളതാണ്. കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഇത് 2025. 2024 കുറിച്ച് പറയാലോ. 23-നേക്കാളും വ്യത്യാസമുണ്ട് 24. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നാ ഒരു കാര്യം ചോദിക്കട്ടെ. 2024 നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ ഒരു എന്താ ഒരു വലിയൊരു അച്ചീവ്മെന്റ് എന്ന് പറയുവാണെങ്കിൽ എന്തായിരിക്കും അത്? അജു വർഗീസ്, ധ്യാൻ ശ്രീനിവാസൻ ഇവരോടൊക്കെ നമുക്കൊരു ആഡ് ചെയ്യാൻ പറ്റി. ഞാൻ കണ്ടിരുന്നു. അത് വലിയൊരു കാര്യമായിരുന്നു. കാരണം പ്രതീക്ഷിച്ചിട്ടില്ല, ഒരിക്കലും അങ്ങനെ ഒരു സംഭവം പ്രതീക്ഷിച്ചിട്ടില്ല. റിയലി ആ വീഡിയോ ഇടുക, ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അത് വലിയൊരു കാര്യമായിട്ട് ഉണ്ട്. പിന്നെ നമുക്കത് നല്ലപോലെ ചെയ്യാനും പറ്റി. മൊത്തം എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ ചെയ്തിട്ട് ഫ്ലോപ്പ് ആയില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു കാര്യം. കാരണം നമ്മൾ വളരെ കുറച്ച് ടേക്കിൽ അത് എടുത്തു. അത് വലിയൊരു കാര്യമായിരുന്നു. അത് ഇച്ചിരി ഹാർഡ് സംഭവമായിരുന്നു. വളരെ ഈസി ആയിട്ട് ചെയ്തു പറയാനല്ലേ? അല്ല, ഈസി അല്ല. അപ്പൊ അത് നല്ലപോലെ നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതും ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നു. അതാണോ ആദ്യമായിട്ട് ചെയ്യുന്നൊരു എന്താ പറയാ ഒരു ആഡ് എന്നൊക്കെ പറയുവാണെങ്കിൽ? വേറെ ചെയ്തിട്ടുണ്ട്. ബിൽജയ്ക്ക് എന്താ മറ്റേ ടെൻഷൻ ആയിരുന്നൊക്കെ പറയാം, ഇത്രയധികം വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത ആൾക്ക്? അല്ല, എനിക്ക് അവരെ അങ്ങനെയൊക്കെ കാണുമ്പം റീലെന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറ വെച്ച് ചെയ്യുന്നത്. അതുപോലെ അല്ലല്ലോ അവിടെ കുറെ ആൾക്കാരൊക്കെ കൂടി എന്നിട്ട് അങ്ങനെ ഒരു ടെൻഷൻ. അത് അവിടെ വേറൊരു സംഭവമുണ്ട്. അത് നമ്മളോട് ഷൂട്ട് നമ്മുടെ ഇടയ്ക്കായിരിക്കാം എന്നവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ രാവിലെ വരാൻ പറയും, സ്വാഭാവികമാണ്. അപ്പോൾ രാവിലെ വന്നു ഷൂട്ട്. പക്ഷെ നമ്മുടെ വളരെ രാത്രി ആയപ്പോഴായിരുന്നു, 11:30 ആയപ്പോഴായിരുന്നു. അത് പോസ്റ്റ് പോട്ടെ, അത് കുഴപ്പമില്ല, നമ്മളൊന്ന് ഓക്കെ. അപ്പോൾ അജു വർഗീസ്, ധ്യാൻ ശ്രീനിവാസൻ അവരൊക്കെ ഉണ്ട്. അവരതിൽ പോകുമ്പോഴൊക്കെ ജസ്റ്റ് ഹൈ കാണിക്കും. ഓക്കെ, ഷൂട്ട് മേക്കപ്പ് 5:30-6 ആയപ്പോൾ തുടങ്ങി. ഡ്രസ്സ് ഇട്ട് ഒരു റൗണ്ട് ടേബിളിൽ, വലിയ ടേബിളിലാണ്. അജു വർഗീസ് ഇവിടെയുണ്ട്, ധ്യാൻ ശ്രീനിവാസൻ ഇവിടെയുണ്ട്. ഹായ് ഇങ്ങനെയൊക്കെയാണ്. ജാടയൊന്നുമില്ല, അവർക്ക് ആർക്കും ജാടയൊന്നുമില്ല. ഇവരൊക്കെ ഹായ് എന്താ എവിടെയാണെന്നൊക്കെ. അജു വർഗീസ് വന്നിരുന്ന് ഹായ് എവിടെയാ സ്ഥലം എന്ന് ചോദിച്ചോ. ബില്ലിയുടെ കണ്ണിൽ കൂടിയോ എവിടെയൊക്കെയോ എന്തൊക്കെയോ പോയി. പുള്ളി ഒന്നും മിണ്ടിയില്ലായിരുന്നേ. പുള്ളി ഇവൾക്ക് കുഴപ്പമില്ലായിരുന്നു. ഒരു സീനുണ്ട്, ഒരു സ്പൂണിൻ്റെ അടുത്ത് കൊടുക്കുന്ന ഒരു ഐസ്ക്രീം കൊടുക്കുന്നത്. എനിക്ക് ഇവളെ 100% വിശ്വാസമാണ്, ഇവള് ചെയ്യും. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ തരുന്നതാണ് ഐസ്ക്രീം തരുന്ന. എനിക്കൊരു ദൈവമേ ഇത് പാടുമോ? കാരണം 11:30 ലേറ്റ് നൈറ്റ് ഷൂട്ട് പോയിക്കൊണ്ടിരിക്കും. അവരൊന്നും പ്രതീക്ഷയില്ല ഇത്രയും ലേറ്റ് ആവുന്നത്. പക്ഷെ അത് വെളിയിൽ കണ്ടില്ല, വിറയല് ഞാനേ കണ്ടുള്ളൂ.
കാണായിരിക്കും ചിലപ്പോ. രണ്ടാമത്തെ അതായത് ഇപ്പം ബിൽജയുടെ കാര്യങ്ങളും മാനറിസവും ഒക്കെ അല്ലെങ്കിൽ എങ്ങനെയാണ് പോകുന്നതെന്ന് നീരജിന് കറക്റ്റ് ആയിട്ട് മനസ്സിലാവല്ലോ. അതിൽ നിന്ന് ഡിഫറെന്റ് ആകുമ്പോഴാണല്ലോ പിടിക്കുന്നത്. മറ്റവർക്ക് അത് മനസ്സിലാവണമെന്നില്ല. അല്ല, എനിക്ക് തന്നെ ഉണ്ട് വിറക്കല്ലെന്ന്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. എന്റെ കാലേ കൂടി ഇങ്ങനെ എന്തോ ഒരു സാധനം കേറി. അല്ല, ഇതിപ്പോ ഞാൻ വെളിയിൽ നിൽക്കുവാണെങ്കിൽ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ഞാനും കൂടെ അഭിനയിക്കുമല്ലേ, അപ്പൊ എനിക്ക് എന്നെ കൂടെ നോക്കട്ടെ. അവിടെയാണ് അത് കുഴപ്പമില്ല. പെട്ടെന്ന് അതായത് നമുക്ക് ആ പെട്ടെന്ന് ആ ഒരു ടെൻഷൻ കയറിയതാണല്ലേ. അല്ല, ആക്ച്വലി ധ്യാൻ ചേട്ടനൊക്കെ ആ സമയത്ത് ഭയങ്കര ഫണ്ണായിരിക്കുമല്ലോ അല്ലേ? 11:30 പോയി കിടന്ന് ഉറങ്ങണം. അല്ല, മൊത്തത്തിൽ തിരക്കായിരുന്നേ അന്നത്തെ ദിവസം. അവർക്ക് അതിന്റെ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂ, അവർ മൊത്തത്തിലൊരു തിരക്കായിരുന്നു. തന്നെ 2-3 ഉണ്ടായിരുന്നു. അല്ല, സീൻസ് അവർക്ക് വേറെ സീൻസ് ഉണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഒരു പോർഷനാണ് നമ്മുടെ നമ്മളുമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അവർക്ക് വേറെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ മൊത്തത്തിൽ അത് മൊത്തത്തിൽ തിരക്കായിരുന്നു. അവര് ജാടയോ കാര്യങ്ങളൊന്നും കാണിച്ചൊന്നുമില്ല. സംസാരിക്കാൻ പോയതാണ് കുഴപ്പമായത്. സംസാരിക്കണ്ടായിരുന്നല്ലേ? എന്നിട്ട് അങ്ങനെയല്ല, സംസാരിച്ചാൽ ഓക്കെ. ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചാലും കുഴപ്പമില്ല. പെട്ടെന്ന് സംസാരിച്ചപ്പോ എന്തോ. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഔട്ട് വന്നപ്പോ? ഓക്കെ, നീ കാണുന്നത് ടെൻഷന് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചില്ല അല്ലേ? നല്ലതായിരുന്നു. ആഹാ, ഓക്കെ. ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ ഇപ്പോൾ ഓക്കെ നീരജിൻ്റെയും ബിൽജയുടെയും ഒരു ഡേറ്റ് ഒക്കെ കിട്ടി, ഇന്റർവ്യൂ ഒക്കെ ലോക്കായി. ഞാൻ ഓർത്തു ഓക്കെ ഇവരുടെ പ്രീവിയസ് ഇന്റർവ്യൂസ് ഒക്കെ നോക്കാന്ന് വെച്ചാൽ ഞാൻ നോക്കിയപ്പോൾ എവിടെയും കാണുന്നില്ല നീരജ് ആൻഡ് ബിൽജയുടെ ഒരൊറ്റ ഇന്റർവ്യൂ പോലും ഇല്ല. ഞാൻ ഓർത്തു ഇത്ര മറ്റേ നമ്മള് സാധാരണ നയൻതാരയുടെയും ആ റേഞ്ചിലുള്ളവരുടെയൊക്കെയാണോ എവിടെയും കാണാതെ സോഷ്യൽ മീഡിയയിൽ? അല്ല, എന്തുകൊണ്ടാണ് ഇതുവരെയായിട്ട് ഒരു ഇന്റർവ്യൂ ഒന്നും വരാത്തത്? അതോ ചളി പറഞ്ഞ് എന്തിനാ ഇറക്കി ആൾക്കാർ പറയുന്നത് കേൾക്കുന്നത്? എനിക്ക് പേടി ഒന്നാമത്തെ കാര്യം കൊടുക്കാനായിട്ട്. ഓരോരുത്തരൊക്കെ വന്ന് ഓരോന്ന് പറയത്തില്ലേ, എനിക്ക് ടെൻഷനാണ്. ഓരോരുത്തരെന്ന് പറഞ്ഞാൽ നമ്മുടെ വായിന്ന് മണ്ടത്തരങ്ങൾ വീഴുന്ന ഉദ്ദേശിച്ചത്. അല്ല, ഇപ്പൊ ഇംഗ്ലീഷ് നമ്മൾ മണ്ടത്തരം അല്ല പറയുന്നെങ്കിൽ പോലും അതിന് എന്തെങ്കിലുമൊക്കെ പറയാൻ ആൾക്കാർ. ഞാൻ ഇന്റലക്ച്വൽ ഉത്തരങ്ങളാണ് പറയുന്നത്, അവർക്ക് മണ്ടത്തരമായിട്ട് തോന്നുന്നതാണെന്നല്ലേ. ഇങ്ങനെ ഭയങ്കര ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്ന ആളാ ബിൽജ? അല്ല, ഇവളധികം സംസാരിക്കത്തില്ല. ഒന്ന് ഇപ്പോ സംസാരിച്ച് ഒന്ന് കേറി വരണം. ഇതിപ്പോ ഇന്റർവ്യൂ ഒക്കെ ആയതുകൊണ്ട് ഇപ്പോഴാണ് ഇതിങ്ങനെ സംസാരിക്കുന്നത്. ഞാനപ്പോ കൂടുതൽ കവറപ്പ് ചെയ്യാൻ നോക്കും, ഇവിടെ ഒന്ന് വെക്കാൻ നോക്കും. അതാണ് ഇവളുടെ പ്രശ്നം. ഇപ്പൊ സ്നേഹത്തന്നെ ഒരു 2-3 പ്രാവശ്യം കണ്ടാൽ ഓക്കെ പിന്നെ വേണം അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ഈ എവിടെയൊക്കെ പരിപാടിക്കൊക്കെ പോകുമ്പോഴേ ഇപ്പൊ നീരജ് പറയോ എടി അവിടെ ചെല്ലുമ്പോ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം? പരിപാടിക്ക് പോകാറില്ല, പോയിട്ടില്ലല്ലോ. അങ്ങനല്ല, ഞാൻ പറയും തനിക്ക് വേണമെങ്കിൽ പോവാന്ന് പറഞ്ഞാൽ നീരജ് പറയൂ ഞാനും ഇല്ലെന്ന് പറയത്തില്ലേ? ഞാൻ ഒറ്റയ്ക്ക് പോകണോ? അല്ല, നിങ്ങൾക്ക് കുറേ മീറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വരുമായിരിക്കും. ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ്, ഓരോ അവാർഡ് ഷോസ്, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ പോവാറില്ലേ? കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു 2 പ്രാവശ്യം എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതിനകത്ത് ലാസ്റ്റ് പോയത് നമ്മുടെ കൂടെ വേറെ 2 പേരും കൂടെ ഉണ്ട് എന്നുള്ള ധൈര്യത്തില്ല. ഞാനുടെ മാത്രം ഇവിടെ വരുത്തൊന്നുമില്ല. അവരും ഉണ്ട്, എന്നാ പോയേക്കാം എന്ന് കരുതി പോയതാണ്. അങ്ങനെ ലാസ്റ്റ് പോയി. അന്ന് അവിടെ നമ്മൾ നിന്ന് ടൈമിംഗ് കറക്റ്റ് ആയതുകൊണ്ട് സ്റ്റേജിലൊന്നും സംസാരിക്കേണ്ടതില്ല, മേടിച്ചു പോവുക എന്നുള്ള ഒരു ഒറ്റ പരിപാടി ഉണ്ടാവുള്ളൂ. അല്ല, അതിന് മുമ്പേ എന്തൊക്കെയോ പരിപാടി മൊത്തത്തിൽ കഴിഞ്ഞു. സാധാരണ ഇങ്ങനെ ഇൻഫ്ലുവൻസ് മീറ്റിങ്ങിന് പോകുമ്പോൾ സ്റ്റേജിലൊക്കെ കയറി സംസാരിക്കുകയൊക്കെ വേണ്ടി വരുമല്ലോ. ഇത് പ്രാർത്ഥിച്ചോണ്ടായിരിക്കും പോകുന്നല്ലോ. ഇവരല്ല, ഞങ്ങൾ രാവിലെ ഇറങ്ങി വീട്ടിൽ കറക്റ്റ് സമയത്ത് ചെന്നു, പേര് വിളിച്ചു, ട്രോഫി ഇതെല്ലാം കൊടുത്തായിരുന്നു. ഇനി മേടിക്കാനുള്ള ഒരു ഫ്രണ്ടിലോട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങള് 3 പുണ്യ ചേച്ചി, ഞാൻ നമ്മള് കീർത്തന, ഞങ്ങൾ അവിടെ ചെന്ന് മേടിച്ചു ഇങ്ങോട്ട്. അത് കൊള്ളാം. ഇങ്ങനെ ഈ ഇൻഫ്ലുവൻസ് മീറ്റിങ്ങിന് പോകുമ്പോഴും ഇങ്ങനെ ഷോയ്ക്ക് പോകുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഫൺ മൊമെന്റ്സ് അവിടെ ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഓർത്തെടുക്കുന്ന കാര്യങ്ങളുണ്ടോ? ഞാനൊക്കെ അകത്തായിരുന്നു തോന്നുന്നു. അപ്പൊ ഇവളും കീർത്തനയും കൂടെ വെളിയിലോട്ട് ഇറങ്ങി. അത് ഞാൻ പറഞ്ഞാൽ ഇവള് കുറെ ഭാഗം കട്ട് ചെയ്ത് കളയും. അപ്പോ മറ്റേ ഈ കുറെ പേരുണ്ടാവുമല്ലോ ഇങ്ങനെ അവർ ആംഗിൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ. ഇവള് വന്നപ്പോഴേ ഇങ്ങനെ അയ്യോ ഞങ്ങളല്ല നീ അല്ല അങ്ങല്ല അയ്യോ ഇങ്ങനെ പിടിച്ചല്ലേ. അപ്പോ നെക്കത്ര ഇറങ്ങിയൊന്നും അല്ല, എന്നാലും കുറച്ച് കണ്ടാലോ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അവള് ചോദിച്ചതെല്ലാം
ഒന്നിനൊന്നും മണ്ടത്തരങ്ങളായിരുന്നു. എന്തൊക്കെ ഇവിടെ മൊത്തം പാനിക്കായി പോയി. ഇയ്യോ, ഇങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, രക്ഷപ്പെട്ട് പോകാൻ നേടി ഒരു സൈഡിൽ കൂടെ പോയപ്പോ തന്നെ അവർ പിടിച്ച് മൈൻഡ് ഔട്ടായി പോയി. ഇത് എന്തുവാ പ്രോഗ്രാം എന്ന് ചോദിച്ചപ്പോൾ എനിക്കത് അറിയത്തില്ല. ഞാൻ ആലോചിക്കുവേ ഇത് എന്തുവാണ് സംഭവം, അവാർഡാണെന്നോ ഒന്നുപോലും എനിക്ക് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുത്ത് നിന്ന് കീർത്തനോട് ചോദിച്ചിട്ട് ഇത് എന്തുവാ സംഭവം എന്ന് ചോദിച്ചു. എന്നിട്ടാണ് അവരും പറഞ്ഞത്. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അവരത് ഇടരുത്. അതല്ല, എനിക്ക് ഈ സമയത്ത് എന്താ ഓർമ്മ അറിയാം, മറ്റേ ആക്ഷൻ ഹീറോ ബിജു തൊട്ടില്ലേ എനിക്കറിയാം മത്സരം ചോറ് വരുമെന്ന് ചോദിച്ച് വന്നിരുന്നു. അതേപോലെ എനിക്കറിയാം മത്സരം, ഒരു അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ വന്നത്. എനിക്ക് അതേപോലെ തോന്നുന്നു. അല്ല, ഇപ്പൊ ഇങ്ങനെ പാനിക്കായെന്ന് പറഞ്ഞില്ലേ, പെട്ടെന്ന് ഇവരൊക്കെ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഉണ്ടായ തോട്ട് എന്താ? ഒന്നും വന്നില്ല. എനിക്ക് ആകെ പാടി ഇത് പൊട്ടാൻ മാത്രമേ തോന്നിയുള്ളൂ, വേറെ ഒന്നും തോന്നിയില്ല. എന്തിനു ഇറങ്ങിയെന്ന് ഞാൻ ആലോചിച്ചത് പുറത്തോട്ട്. പിന്നെ അവിടുന്ന് വീടെത്തുന്നല്ല, വൈകിട്ട് കിടക്കുമ്പോൾ വരെ ഞാൻ ആലോചിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോ വേണ്ടായിരുന്നു വരത്തില്ല, അങ്ങനെ വെച്ചോണ്ടേ ഇരിക്കുവായിരുന്നു. നീര് ചെന്നിട്ട് അവസാനം ദേഷ്യപ്പെടാൻ തുടങ്ങി. ഇങ്ങനെ ചിന്തിക്കുന്ന പറ്റില്ലേ? ശരിക്കും നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് നമ്മൾ സ്പെഷ്യലി ശ്രദ്ധിക്കുന്നത് ബിൽജയുടെ എക്സ്പ്രഷൻസ് ആയിരിക്കും അല്ലേ. ഭയങ്കര എക്സ്പ്രസീവ് ആണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും അതുപോലെ എന്താ പറഞ്ഞാൽ അത് കൂടുതൽ നമ്മൾ എക്സ്പ്രസീവ് ചെയ്ത് അങ്ങനെ ബലിപ്പിക്കുന്ന ആളാണ്. അപ്പം ഞാനും ചോദിക്കും ശരിക്കും ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് അല്ലെ, വീട്ടിലും ഇങ്ങനെ ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടാണ് സംസാരിക്കുന്നതൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ശരിക്കും അങ്ങനെ തന്നെയാണോ ബിൽജ വീട്ടില്? ഒരിക്കലും ഇത് പിന്നെ അതെന്നെ സംബന്ധിച്ചല്ലേ, കൂടുതൽ നമ്മൾ എഴുതുമ്പോൾ തന്നെ ക്യാരക്ടേഴ്സ് ഒരു ലെവലിൽ കയറി നിൽക്കുന്നത് എപ്പോഴും അങ്ങനെ എഴുതി വരുമ്പോൾ അങ്ങനെ ആയിരിക്കും. വളരെ അപൂർവമാണ് ഒന്നെങ്കിൽ എനിക്ക് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് വരുന്നത്. മിക്കതും ഒരു ബിൽജയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ബിൽജയുടെ തരത്തിലുള്ള കുറേ സാധനങ്ങളാണ് എപ്പോഴും കിട്ടാറുള്ളത്. അതെന്താണെന്ന് അറിയത്തില്ല, എഴുതി വരുമ്പോൾ അങ്ങനെ വരും. അപ്പോൾ കറക്റ്റ് ആ സാധനം ചെയ്യാൻ പറ്റും. ആ സാധനം ഇങ്ങനെ ചെയ്താൽ നമുക്ക് എങ്ങനെ ചെയ്താൽ വൈറലാകുമെന്നാണല്ലോ നമ്മളും ചിന്തിക്കുന്നത്. എങ്ങനെ ഞാൻ ചെയ്തു വരുമ്പോ മിക്കപ്പോഴും അത് അങ്ങനെ ആയി പോവും. പിന്നെ എനിക്ക് കിട്ടുന്ന ക്യാരക്ടർ അല്ല അത് തന്നെയാണ്. അപ്പൊ ഒരു പടിക്ക് നിൽക്കുന്നത് ബിൽജ തന്നെയാണ്. ഞാൻ ചിലപ്പോ ഈ കമന്റ്സ് ഒക്കെ കണ്ടിട്ട് ചിലപ്പം ഇങ്ങനെ അടങ്ങി നിന്നിട്ട് അഭിനയിക്കും. അപ്പൊ നീരജ് എന്നെ വഴക്ക് പറയും, നീ എന്തിനാ അതൊക്കെ നോക്കിയിട്ട് അഭിനയിക്കുന്നത്, നീ സാധാ ചെയ്യുന്ന പോലെ ചെയ്യാൻ മേലെന്ന് ചോദിക്കും. ഈ കോണ്ടന്റുകളൊക്കെ നോക്കുമ്പോഴത്തെ മെയിനായിട്ട് ചങ്കത്തി അല്ലെങ്കിൽ ചങ്കത്തി മാരേജ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അച്ഛൻ്റെ മകള് റിലേഷൻഷിപ്പ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരിക്കുമല്ലോ. ഇപ്പൊ കുറേയൊക്കെ നമ്മൾ ചില സിറ്റുവേഷൻസിൽ കൂടെ കാണുമ്പോഴത്തേനും ഓക്കെ ഇത് കോണ്ടന്റ് ആക്കാം അങ്ങനെയൊക്കെ തോന്നില്ല. ഇപ്പം നമ്മുടെ ലൈഫിൽ തന്നെ നടന്ന കാര്യങ്ങളൊക്കെ പ്രീവിയസ് കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി കോണ്ടന്റുകളാകും, ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചീന്തിയെടുത്ത കാര്യങ്ങൾ തന്നെയാണ് ഈ കോണ്ടന്റുകളായിട്ട് വരുന്നത്. അങ്ങനെ വന്നിട്ടുണ്ട്, പിന്നെ കുറെ വന്നിട്ടുണ്ട്. അത് തീർന്ന് അത് ഓടിച്ച് തീർന്ന്. പിന്നെ ഇപ്പോ വെളിയിലൊക്കെ തട്ടുന്നുണ്ട് സംസാരിക്കുമ്പോൾ. ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഇത് ചെയ്തിട്ട് ഭയങ്കര സക്സസ് ആയ ഒരു ഏതായിരിക്കും വീഡിയോ? ആങ്ങള പെങ്ങളെ ഒന്നും ഇടാൻ സമ്മതിക്കത്തില്ല, ആ സംഭവം ജീവിതത്തിൽ എന്നെ പപ്പായ്ക്ക് പ്രശ്നമില്ല, ചെറുതായിരിക്കും. അതായത് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ജീൻസ് ഇട്ടുകൊണ്ട് അവന്റെ കൂടെ പോകാനായിട്ട് അവൻ പറയും മാറിയിട് എന്ന് പറയുമായിരുന്നു. പപ്പ പറയും കുഴപ്പമില്ല ഇട്ടോളാം പറയും. അപ്പം അത് ഒരെണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട്. അവൻ പക്ഷെ കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാവുന്നു എന്നുള്ള രീതിയിൽ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. വൈഫിനെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കുന്നു. സാധനം നമ്മുടെ ഇതാണ്. മോൾ എന്ത് വേണമെങ്കിലും ഇട്ടോ അല്ലേ അങ്ങനെ പറയുന്നത്. അത് ശരിക്കും റിയൽ ലൈഫിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതാണല്ലേ? അയ്യോ, എനിക്ക് മറ്റേ ഇങ്ങനെ ബിൽജ സംസാരിക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. ബിൽജ ഇങ്ങനെ അനിയൻ പറഞ്ഞ് കേൾക്കുന്ന ആളായിരുന്നു. കേക്കുമല്ല, അവൻ ദേഷ്യപ്പെടും. അപ്പൊ ഞാൻ പപ്പാടെ അടുത്ത് പറയും, അപ്പ അവരാരും കേൾക്കത്തില്ല, ഞാൻ കേൾക്കും. അതങ്ങനെയല്ലേ പറ്റുള്ളൂ. അല്ല, അപ്പൊ ഇപ്പൊ എനിക്കും അനിയനാണുള്ളത്, ഞാൻ അവൻ പറഞ്ഞൊന്നും കേൾക്കാറൊന്നുമില്ല. ഇപ്പം അവൻ പറയും കേൾക്കത്തില്ല. ഞാൻ പറയുമായിരുന്നു നീ എന്തിനാ എന്നെ ഭരിക്കുന്നേന്നൊക്കെ. മറ്റേ ഒരു ഇൻസ്റ്റാ റീൽ വന്നില്ലേ, മറ്റേ ആട്ടിയിട്ട് നീ എന്റെ അനിയനല്ല തന്നെയൊന്നുമല്ല. വേറെ നമ്മൾ ഈയിടെ ചെയ്തില്ലേ, കൊച്ചായിരിക്കുമ്പോഴത്തേക്ക് അനിയനെ പിള്ളേർ വഴക്കുണ്ടാക്കുമ്പോൾ നമ്മൾ പോയി ചോദിക്കും. ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, എന്തിനാ എന്റെ അനിയനെ തല്ലിയെന്നൊക്കെ. ഞാൻ വലുതായപ്പം അവൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ആ സാധനം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്യുമല്ലോ, അപ്പൊ ഏറ്റവും ബിൽജയുടെ ക്യാരക്ടറിനോട് അടുത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങൾ ഏതൊക്കെ? ഇപ്പൊ ചങ്കത്തിയുടെ ചെയ്യാറുണ്ട്, സിസ്റ്ററിന് ചെയ്യാറുണ്ട്, കുശുമ്പുള്ള ഭാര്യ, പിന്നെ ഡൗട്ടുള്ള ഭാര്യ, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലോ. അപ്പം ഏറ്റവും അടുത്ത് നിൽക്കുന്ന ക്യാരക്ടർ എന്താ ബിൽജയായിട്ട്? അല്ല, ക്യാരക്ടർ ഇല്ല, ചില സന്ദർഭങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്, അതേ ഉള്ളൂ. പക്ഷെ അല്ലാതെ ക്യാരക്ടർ ഇവിടെ അങ്ങനെയുള്ള ക്യാരക്ടർ ഒന്നും അല്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറേ അല്ല.
ഏത് പെങ്ങളുടെ ക്യാരക്ടർ അത് ഞാൻ ജീവിക്കുവാണെന്നൊക്കെ അല്ലേ? അതല്ല സിസ്റ്ററിനായിട്ടുള്ള ക്യാരക്ടർ ചെയ്യുമ്പോ ഒക്കെ ഞാൻ മിക്കപ്പോഴും എന്റെ തന്നെയല്ലേ, ഞാനും ഉണ്ണിക്കുട്ടനുമായിട്ടുള്ള സംഭവങ്ങളല്ലേ അതെനിക്കറിയത്തില്ലല്ലോ. ഈ കല്യാണം കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യല്ലോ, ഇൻസിഡൻസ് ഒക്കെ. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏറ്റവും ഹിറ്റ് ആയത് എന്താണ്? കല്യാണം കഴിഞ്ഞുള്ളതിനകത്ത് അതേ പറയാം എന്നാ കല്യാണം കഴിഞ്ഞ്, അതായത് നമ്മൾ റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകുമ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും. എന്നാ അവര് ഹരി തരണോ, ഇവിടെ എടുത്ത് കഴിക്കാൻ നോക്ക്, എടുത്ത് കഴിക്കാൻ നോക്ക്. അല്ല നമ്മൾ അത്രയും കാണിക്കും. ഒരു കാര്യമുണ്ട്, കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഇല്ലേ വീട്ടിൽ വരുമ്പോ മോളി ബോളി എന്ന് വിളിച്ചോണ്ടിരുന്നു. ആദ്യ സമയങ്ങളില്ല, പിന്നെ അത് മാറാൻ തുടങ്ങുമല്ലോ. ഇപ്പൊ മോളെ വിളിക്കും. ഞാൻ ആലോചിക്കാറ് എന്റെ മോളെ എന്ന് വിളിക്കുമോ എന്റെ വീട്ടിലൊക്കെ വരുമ്പോ. അല്ല സാധാരണ ഇപ്പൊ എന്താ വിളിക്കാറുള്ളത്? എടോ എടോ എടോന്ന്. കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ മോളെ മോളെ എന്ന് വിളിക്കുന്നു. അപ്പൊ ഞാൻ തന്നെ അതിശയിച്ചിട്ടില്ല, എന്നെയാണോ എന്നെ? അത് കൊള്ളാം. ഇപ്പം ഇത് പറഞ്ഞപ്പോഴാണ്, ഇപ്പം നിങ്ങളൊരു വീഡിയോ ഇല്ലേ, അതായത് കല്യാണം കഴിഞ്ഞു പോകുന്നത്, അച്ഛൻ ഞാൻ ഇന്ന് പോയാൽ പിന്നെ അമ്മ ഒന്നും കഴിക്കില്ല, അച്ഛനാണ് ഉറങ്ങത്തില്ല, എൻ്റെ അനിയനാണെങ്കിൽ അവന് ഞാനില്ലാതെ പറ്റത്തില്ല, ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അതെൻ്റെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ആ വീഡിയോക്കൊക്കെ വരുമ്പോഴത്തേനെ സത്യം പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ എനിക്കും ചിരി വരും. നമ്മളൊക്കെ അങ്ങനെ വിചാരിക്കില്ലേ, കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴത്തേനെ നമ്മളില്ല, അതിനെ അവർക്ക് പറ്റുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ചോറിട്ട് എടുക്കുന്നു, നല്ലോണം വിശക്കുന്നു, അതുപോലെ അമ്മ പറയുന്നത് എനിക്ക് ഇപ്പോഴും സമാധാനമായി, അങ്ങനെയൊക്കെ പറയുമല്ലോ. ശരിക്കും എന്തായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോഴുള്ള വീട്ടിലെ അവസ്ഥ? സങ്കടമായിരുന്നു അവർക്ക് അല്ലേ? അതെ, ഞാൻ പിറ്റേ ദിവസം അന്ന് വൈകിട്ട് കരച്ചിൽ തുടങ്ങി. എന്നെ എല്ലാ ദിവസവും നീരജ് വീട്ടിൽ കൊണ്ടുപോകായിരുന്നു വിഷമമായിട്ട്. അന്ന് വൈകിട്ട് ഇവര് പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോ ഞാൻ കരയാൻ തുടങ്ങി ഇല്ലേ. അവരവിടെ കഴിച്ചോണ്ടിരിക്കുന്നത് അല്ല, പപ്പായും അതെ അമ്മ വിളിച്ചു പറഞ്ഞു, പപ്പായും ഉണ്ണിക്കുട്ടനും. പിന്നെ എല്ലാ ദിവസവും എന്നെ നീരജ് വീട്ടിൽ കൊണ്ടുപോയിരുന്നു. അന്ന് സാധാരണ നമ്മൾ 3 ദിവസം കഴിഞ്ഞിട്ട് മറ്റേ വിളക്കൊക്കെ കൊളുത്തി അങ്ങനെയാണല്ലോ, എന്നെ പിറ്റേ ദിവസം തൊട്ടേ കൊണ്ടുപോകാൻ തുടങ്ങി, ഓരോ ദിവസവും വീട്ടിൽ കൊണ്ടുപോകും. അപ്പൊ ഞാൻ കാണിച്ചു കേട്ടോ, നിങ്ങളുടെ ഒരു പ്രണയവിവാഹമായിരുന്നു അതോ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു? ലവ് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു പ്രണയ സ്റ്റോറി, അല്ലെങ്കിൽ ലവ് സ്റ്റോറി എന്ന് പറയൂ? അല്ല, ഞങ്ങൾ +1 +2 ഒരുമിച്ചായിരുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും +1 +2 തൊട്ട് പ്രണയത്തിലായിരുന്നു. അല്ല അല്ല, അത് ഇവളൊക്കെ എന്റെ പുച്ഛായിരുന്നു. പുച്ഛ, അതാ പറഞ്ഞത്, ദൈവം അറിഞ്ഞൊരു പടി കൊടുക്കും ഇവൾക്ക്. എനിക്ക് ക്ലാസ്സില് ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു നീരജ്. നമ്മൾ ബാക്ക് ബെഞ്ചേഴ്സ് അല്ല, ഒരു ദിവസം സാർ എന്തോ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തേക്ക് ഇഷ്ടപ്പെടാത്ത പോലെ പറഞ്ഞു. അപ്പൊ എന്റെ വിചാരം ഇവൻ ഭയങ്കര ഞാൻ വലിയ പഠിപ്പിയാന്നല്ല, ഇവൻ ഭയങ്കര ഉഴപ്പനാണ് അന്നൊക്കെ. വന്നിട്ട് മറ്റേ ഓട്ടോഗ്രാഫ് കൊടുത്തപ്പോ ഇല്ലേ, നീരജിന് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഞാൻ നമ്പർ കൊടുത്തു. അന്ന് ഞാൻ നോട്ട് ചെയ്തതാ. ശ്രദ്ധിച്ചോ ഞാൻ നമ്പർ തന്നില്ലെന്ന്? നോക്കിയില്ല. ക്ലാസ്സിൽ എത്രയോ അല്ല ശരിക്കും. അപ്പം അങ്ങനെ ടീച്ചറിനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടാണോ ഇഷ്ടക്കേട് വരാൻ? എനിക്ക് അത് ജോജി സാറിനോട്, ജോജി സാറിന് ഞങ്ങൾ മച്ചാൻ ബന്ധം. ഇവിടെ എന്റെ അടുത്തിരിക്കുന്ന എന്റെ ഫ്രണ്ട് ഒക്കെ പറഞ്ഞു, ഇത് കൊണ്ടുകൂടി നീരജ് സാറിന്റെ അടുത്ത് അങ്ങനെ, അതായത് ഫേസ് ഒക്കെ എന്തോ മാറി, സാറെന്തോ അടിക്കുകയോ എന്തോ ചെയ്തപ്പോഴത്തേക്ക് അങ്ങനെ എന്തോ. അപ്പൊ എനിക്ക് എന്റെ വിചാരം ഇവൻ ഭയങ്കര ഉഴപ്പൻ, ഇവനൊന്നും നമ്പർ കൊടുത്താൽ ശരിയാവത്തില്ല. അപ്പൊ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. പിന്നെ ചാറ്റൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ എപ്പോഴാണ് ഒരു ഒരു ഇഷ്ടമൊക്കെ വന്നു തുടങ്ങിയത്? എപ്പോഴാണ് ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി? അതെങ്ങനെ ഈ ഇഷ്ടക്കേടിൽ എങ്ങനെയാണ് ബെസ്റ്റ്? ഒരു ദിവസം എനിക്ക് മെസ്സേജ് വന്നു ഫോണില്, ഈ വേറെ പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, ഇവർ എവിടെ നിന്ന് നമ്പർ തമ്മിൽ പിടിച്ചോണ്ടോ എനിക്ക് അറിയത്തില്ല, പക്ഷെ എനിക്ക് നമ്പർ തന്നിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കും മെസ്സേജ് അയച്ചെന്ന് എനിക്കറിയാം. ഇല്ല ആരെങ്കിലും ആയിരിക്കും ചെയ്യുന്നതെന്നറിയാം. അപ്പൊ തന്നെ ഞാൻ ഓട്ടോഗ്രാഫ് വെപ്പി, ആരുടെ നമ്പറാണിത്? അപ്പൊ നോക്കുമ്പോ നീരജ്. അപ്പോഴേക്ക് ഞാൻ പറഞ്ഞു നീരജ് അല്ലേന്ന് ചോദിച്ചു. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു എങ്ങനെ മനസ്സിലായി? ഞാൻ പറഞ്ഞു പൊട്ടന്മാരുടെ നമ്പറൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഫോണിൽ കാണിക്കും. അപ്പൊ നീരജ് എന്തോ ചളി അടിച്ച്, പിന്നെ ആ ചളി അടിച്ചടിച്ചടിച്ച് അങ്ങനെ സെറ്റായി, ഫ്രണ്ട്സായി. ഈ നീരജിനാണെങ്കിൽ ആ സമയത്ത് ഒരു ഇതുണ്ടായിരുന്നു, ഐ മീൻ ബിൽജ മിണ്ടുന്നില്ല അങ്ങനെയൊക്കെ ഉള്ളൊരിത്? അല്ല, ഞാൻ ക്ലാസ്സിൽ അങ്ങനെ ആമ്പിള്ളാരോടൊന്നും വലിയിട്ട് മിണ്ടത്തില്ലായിരുന്നു. ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. നീരജിന് വേറെ
പെൺകൊച്ച് ആ, ഉണ്ടായിരുന്നു നമ്മൾ ഞങ്ങൾ junior ആയിട്ട് പഠിച്ച ഒരു ഇരുമ്പിനെ പെൺകൊച്ച് പ്രണയിച്ചു. ആ പെൺകൊച്ചുമായിട്ട് ആ സമയത്ത് ഞാൻ പ്രണയം കണ്ടിട്ടുണ്ട്. ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ബസ് കയറാൻ നിൽക്കുമ്പോൾ ആ പെൺകൊച്ചിനെ വായ നോക്കി നീരജ് നിൽക്കുന്നൊക്കെ ഞാൻ അല്ല ആ കണ്ടിട്ടുണ്ട്. സമയത്ത് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ? ആ. ആ എന്നിട്ട് ആരാ തേച്ചത്? അവളായിരിക്കുമല്ലോ. ഏ അത് അവളാ പോട്ടെ. എനിക്ക് എന്റെ അടുത്ത് പറഞ്ഞ അവളാന്നാ എനിക്കറിയത്തില്ല. അല്ല എന്താ സത്യം ഇപ്പോഴും അറിയത്തില്ലല്ലേ? ശരിക്കും നീരജ് ആരാ തേച്ച്? അത് അവളെ അപ്പൊ ആ ബ്രേക്കപ്പിന് ശേഷമായിരിക്കും നമുക്ക് ബിൽജയോട് മെസ്സേജ് തുടങ്ങിയത് അല്ലേ? ഞാൻ മാത്രം അറിയത്തില്ലല്ലോ. പ്ലസ് ടു തുറന്നതിന് മുമ്പായിട്ട് അല്ല തീരുന്നതിന് മുമ്പായിട്ട് അവള് പോയിരുന്നതാണ്. ആ എനിക്ക് ഈ സമയം എന്താ ഓർമ്മ അറിയോ? ഈ നീരജിന്റെയും ബിൽജയുടെ കണ്ടന്റുകളില്ലേ, ആ നമ്പർ എടുത്തിട്ട് ബിൽജ ഒരു മെസ്സേജ് ഇട്ടേക്കാം, മറ്റേ ആതിര ഒരു മെസ്സേജ് ഇട്ടേക്കാം, ആരാണ് റിപ്ലൈ എന്ന് വെച്ചാൽ അവർക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കാം. അങ്ങനെയാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അല്ലേ ഞാൻ നിങ്ങൾക്ക് അങ്ങനത്തെ കോണ്ടന്റുകൾ വരാറില്ലേ? രണ്ടു മൂന്ന് പേർക്ക് കൊടുത്തേക്ക് ഒന്നിച്ച് കൊടുത്തേക്കാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അതാ ഓർമ്മ വരുന്നത്. അല്ല ശരിക്കും ആ സമയത്ത് ബിൽജയ്ക്ക് മെസ്സേജ് അയക്കാൻ എന്താ കാരണം? എല്ലാവർക്കും അയച്ചു കൂടെ ഒന്ന് അയച്ചു പോയി. ആണോ? അറിയാൻ വയ്യാത്ത പാവം ഞാൻ. ഞാൻ ഓർക്കുന്നില്ല സമയത്ത് മെസ്സേജ് അയച്ചായിട്ടൊക്കെ ഓർമ്മയുണ്ട്. അതൊക്കെ ഇപ്പൊ ഓർത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ അല്ല, അത് ഞാൻ അല്ല ഓർക്കുന്നില്ല. അന്ന് ചിലപ്പോ അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണോ അയച്ചത്? എന്ത് ഏത് ഉദ്ദേശം? ഏത് ഉദ്ദേശം? എനിക്കൊരു അങ്ങനെയല്ല, ഉദ്ദേശമില്ലായിരുന്നു. പാവം. നീ ഏത് ഉദ്ദേശം ഉദ്ദേശിക്കുന്നത്? ഞാൻ പക്ഷെ ക്ലാസ്സിൽ അടങ്ങി ഒതുങ്ങിയുള്ള കൊച്ചല്ലായിരുന്നോ? അതിന് അല്ല ഞാൻ ആരോടും മിണ്ടത്തില്ലായിരുന്നു. അല്ല അതിവിടെ പറയേണ്ട കാര്യം. അല്ല പക്ഷെ എന്നിട്ട് എന്തിനാ എനിക്ക് താൻ മെസ്സേജ് അയച്ചത്? അപ്പൊ അതാണ് എന്റെ പ്രശ്നം. ഡൈവോഴ്സ്. അങ്ങനെയല്ല, ഇന്ന് വൈകിട്ട് ബിൽജ പോയിട്ട് എന്നാലും ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എന്തിനാണ് മെസ്സേജ് അയച്ചത് അല്ലേ? ആ ശരിക്കും അതിനുശേഷം ഈ മെസ്സേജ് ഒക്കെ വന്നതിന് ശേഷമേ എപ്പോഴാണ് പിന്നീട് അതൊരു ഇഷ്ടമായി മാറുന്നത്? സംസാരിച്ച് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി. അപ്പം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അത് കഴിഞ്ഞപ്പോ ഒരു സമയത്ത് ഇപ്പൊ തോന്നി തന്നെയായ കൊള്ളാമെന്ന്. അങ്ങനെ ഇപ്പൊ എന്റെ വീട്ടിൽ ഇങ്ങനെ കല്യാണമൊക്കെ ആലോചിക്കുക എപ്പോഴും പറയും കെട്ടിച്ചുവിടുന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നപ്പോ തന്നെ പപ്പ പറഞ്ഞു ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു അപ്പ എന്റെ ക്ലാസ്സിൽ പഠിച്ച ഒരാളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പപ്പ പറഞ്ഞു ഓക്കെ നമ്മുടെ ഇതൊക്കെ തന്നെയാണെങ്കിൽ നമുക്ക് നോക്കാം, അവരോട് വന്ന് ആലോചിച്ചോളാൻ പറയുന്നു. ഓക്കെ, ഇപ്പൊ ഫാമിലിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേന് അനിയൻ ഓൾറെഡി ഇങ്ങനെയൊക്കെ ആയതെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്, അതായത് അളിയൻ ബോണ്ടിങ്? മച്ചാൻ ബന്ധമല്ലേ? ആണല്ലേ? എങ്ങനെയുണ്ട് അത്? നമ്മള് ഈ സിനിമയിലെ കാണുന്നിട്ട് ഒന്ന് ഒഴിക്കലിയ അങ്ങനത്തെ ഒക്കെ പറയുന്ന ബന്ധമാണോ? അത് ഫുൾ ഫാമിലി ആയിട്ട് അങ്ങനെയാണല്ലോ. ആണോ? ഫാദറിലോ എല്ലാരും വളരെ ചില്ലാണ്, എല്ലാരും വളരെ ഹാപ്പിയാണ്. ഈ വീഡിയോസിനകത്തൊക്കെ അവര് ഇൻക്ലൂഡ് ഒക്കെ ആവാറുണ്ടോ? ഇടയ്ക്കൊക്കെ ചെറിയ വീഡിയോസ്. വന്നിട്ടുണ്ട്. ഇവളെ അനിയൻ ഇവളെ അനിയൻ ഇടയ്ക്ക് ചെറിയ അതും ചെറിയ അങ്ങനെ വന്ന് പോകാറുണ്ട്. ഇപ്പം കൂടുതലും ഈ സോഷ്യൽ മീഡിയസിലൊക്കെ നോക്കുമ്പോഴത്തേന് യൂട്യൂബിലൊക്കെ ആണെങ്കിലും എല്ലാവരും കൂടുതൽ ഫാമിലി വ്ളോഗ്സും അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ കുറേ ഷെയർ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ വ്ളോഗ്സിലേക്കൊക്കെ വരുമ്പോഴത്തേക്കിനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം അങ്ങനെ ചെയ്യാറില്ല. നിങ്ങൾ നിങ്ങളായിട്ടുള്ള കുറച്ച് പരിപാടീസ് ഒക്കെ പിടിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ വൈഫ് ഹസ്ബൻഡ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ചങ്ങത്തി, അപ്പം അങ്ങനെ കുറേ കോണ്ടന്റുകളാണല്ലോ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഇതിലേക്ക് മാത്രം നിൽക്കുന്ന കാരണം അല്ലെങ്കിൽ ഫാമിലി വ്ളോഗ്സ് അതൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ? അല്ല, അത് വലിയൊരു സ്വപ്നമാണ്. ഒന്നും സമയം കിട്ടാറില്ല. ഇവള് വർക്ക് ചെയ്യുന്നുണ്ട്, വർക്ക് അറ്റ് ഹോം ആണ്. എനിക്കൊരു മെൻസ് വെയർ ഷോപ്പ് ഉണ്ട്. ഇത് രണ്ടിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുന്നത്. അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടം കൊണ്ടും നമ്മുടെ പാഷനും നമുക്ക് അത്രയ്ക്ക് ഇതിനെ നമ്മൾ വളരെ ആഗ്രഹിച്ചിരുന്ന ആൾക്കാരാണ്. നമ്മൾ ആദ്യമേ എനിക്ക് തോന്നുന്നു ഒരു 8 വർഷമെങ്കിലും മുകളിലായിട്ടുണ്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് അല്ലേ? അല്ല 8 അത്ര ഒന്നും ആയിട്ടില്ല. നമ്മൾ കല്യാണത്തിന് മുന്നേ ചെയ്യുന്നുണ്ട്, അതായത് ലോക്ക്ഡൌൺ. കല്യാണം എന്ന് പറഞ്ഞാൽ 5 വർഷമായി. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം ഇൻസ്റ്റാഗ്രാമിലെ മറ്റേ റീൽസ് അല്ലല്ലോ വേറെ നമ്മൾ കല്യാണം ഉറപ്പിച്ച സമയത്ത് ആ വീഡിയോ അതിന്റെ പറഞ്ഞ പേര് IGTV ഉള്ള സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലോ ടിക്ടോക്കിലില്ല. അപ്പോഴേ നമുക്ക് കുറച്ച് പേര് അന്ന് 20,000 പേര് കാണുന്ന വലിയ കാര്യമാണ് IGTVയിലൊക്കെ. അപ്പോഴേ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. നമ്മളൊന്ന് കയറി വന്നപ്പോഴത്തേന് നമ്മളായിട്ട് തന്നെ അതിന് ഡൈവേർട്ടായി പോയി. വേറെ കുറച്ച് പരിപാടികളൊക്കെ അങ്ങോട്ട് കൊടുത്തില്ല. നമ്മളെ പറയലും വന്ന് തിരക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അവരല്ലേ ഇൻസ്റ്റാഗ്രാമൊക്കെ അന്ന് വരുന്ന സമയമേ ഉള്ളൂ. അന്ന് ചിലപ്പോൾ ചെയ്തിരുന്നെങ്കിൽ നമുക്കിപ്പോൾ നല്ല പോലെ റീച്ച് ചെയ്യാൻ. നമ്മൾ അതിൽ നിന്ന് മാറിപ്പോയപ്പോഴത്തേനും മൊത്തത്തിൽ റീൽസിലേക്ക് വന്നു. ഒത്തിരി വലിയ ക്രിയേറ്റേഴ്സ് വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല. പിന്നെ ചെയ്ത് ഒരു ബ്രേക്ക് ത്രൂ കിട്ടി ഇവിടം വരെ വന്നതാണ്. അപ്പോൾ നമുക്കിത് വളരെ ഇവിടം വരെ എത്തിയ കാര്യം പറഞ്ഞത്. അപ്പോൾ വളരെ ഇഷ്ടമാണ്, പാഷനാണ്. അപ്പോൾ നമുക്കത് ഇഷ്ടമാണ്. ഞാൻ നിങ്ങളൊരു റാപ്പിഡ് ഫയർ റൗണ്ടിലേക്ക് കൊണ്ടുപോവാണേ. ഇതെല്ലാം ഒരു കഴിഞ്ഞ വർഷത്തെ
കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു റൗണ്ടാണേ. ഒരു 2024 നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് യൂട്യൂബേഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ ആരുടെ പേര് പറയും? കഴിഞ്ഞ ഒരു വർഷം എന്റെ പറയാം, എനിക്ക് അന്നൊന്നും ഫേവറേറ്റ് കരിക്കാണ്. ഞാൻ കരിക്കുന്ന വലിയ ഫാനാണ്. പിന്നെ ശ്രീകാന്ത് വെട്ടിയാർ, ഇവർ രണ്ടുപേരുടെയും വലിയ ഫാനാണ്. അവരന്നും ഇന്നും എന്റെ അവിടെ തന്നെ ഉണ്ട്. ഇവർ മൊത്തം മറ്റേ മേക്കപ്പിന്റെ ആൾക്കാരൊക്കെ അവരെയൊക്കെയാ. ഞാൻ യൂട്യൂബിൽ ഞാൻ മേക്കപ്പ് അങ്ങനെ ഒന്നും അല്ല കാണുന്നത്. എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. ക്രിയേറ്റേഴ്സ് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഇവിടെ കാണുന്ന ആൾക്കാർ ഞാൻ പറയാം പൊന്നു ചേച്ചി, ഇഷ്ടമാണ്. വേറെ ആരുടെയൊക്കെ ഉണ്ടായത്. അങ്ങനെ കുറെ പേരുണ്ട്. നാളെ ബിൽജയുടെ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചു നിങ്ങൾക്ക് എന്റെ പേരെങ്കിലും പറയാറുണ്ട് അറ്റ്ലീസ്റ്റ്. അങ്ങനെയല്ല, എനിക്ക് അങ്ങനെ ഒരാളെന്നില്ല, ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇങ്ങനെയൊക്കെ കാണാറുണ്ട് പൊന്നു ചേച്ചിയുടെ. 2024 ബിൽജയ്ക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം പറയായിരിക്കും. 5 വർഷം മുമ്പാണ് പറയാറുന്നല്ലേ എന്താ? കല്യാണം പറയായിരുന്നു. ഇവിടെ പറയാൻ ഞാൻ പറഞ്ഞു കേട്ടോ, ബില്യൻസ്. അതെന്താ കഴിഞ്ഞ വർഷം അബദ്ധങ്ങളൊന്നും പറ്റിയില്ല? ഒത്തിരി അബദ്ധങ്ങൾ കഴിഞ്ഞ വർഷമല്ലേ മറ്റേ ഇന്റർവ്യൂ വന്നത്? വേറെ ഇന്റർവ്യൂ വന്നില്ലേ? അന്ന് ഞാൻ എന്റെ ഓഫീസിലെ ഡേറ്റാബേസിലെ ഡേറ്റ ഫുള്ള് കളഞ്ഞിട്ടുണ്ട്. ചെറിയ അബദ്ധങ്ങളെ പറ്റാറുള്ളൂ. ഞാൻ വർക്ക് ചെയ്യാൻ ഇരുന്നിട്ട് എന്തോ അറിയാതെ ഞാൻ ഡേറ്റ കളഞ്ഞപ്പോഴത്തേക്ക് ലൈവിലെ ഡേറ്റ കളഞ്ഞു. പക്ഷെ എന്റെ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ അതിന്റെ ബാക്കപ്പ് എടുത്തിട്ട് എനിക്ക് എന്റെ ലോക്കലിൽ ഇട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഡേറ്റ എടുത്ത്, എന്നിട്ട് ഞാൻ എന്റെ ലോക്കലിൽ ഓൾറെഡി കളഞ്ഞതാണ്. പക്ഷെ അത് ഞാൻ ലൈവിലെ അറിയാതെ കളഞ്ഞത്. എന്റെ ദൈവമേ, ഞാൻ അന്ന് ടെൻഷൻ അടിച്ചത്. വിളിക്കാത്ത ദൈവങ്ങളൊന്നും ഇല്ല. പക്ഷെ അന്ന് സാറൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു, ബാക്കപ്പൊക്കെ തിരിച്ചിട്ടു. അതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം. ഈ മണ്ടത്തരം എന്ന് പറയുമ്പം വളരെ സീരിയസ് ആയിട്ടുള്ള മണ്ടത്തരങ്ങളും ഉണ്ട്, എന്നാൽ മണ്ടത്തരങ്ങളും ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെ ഇപ്പുറത്തെ സൈഡ് ചിന്തിക്കുവാണെങ്കിൽ ഏറ്റവും പൊട്ടത്തരമായിട്ട് ചെയ്തൊരു മണ്ടത്തരം ഏതായിരിക്കും? അതിലിപ്പോ നീരജിനെ ഓർമ്മ കാണത്തുള്ളൂ. ഞാൻ വല്ല പൊട്ടത്തരം ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നീരജ്? അങ്ങനെയോ? അത് പൊട്ടത്തരാണെന്ന് അറിയത്തില്ല. ഏത് മൂവിയായിരുന്നു? ഏറെ കാണാൻ പോയിട്ട് ശരിയാ, അതെന്റെ കുഴപ്പമല്ല. അവരുടെ മറ്റേ ഒരു ഇതുണ്ടല്ലോ, നമുക്ക് മറ്റേ 3D കാണാനായിട്ടുള്ള ഒരു കണ്ണാടി വരുമല്ലോ. എനിക്ക് ഓൾറെഡി ഒരു കണ്ണാടി ഉണ്ട്, അത് കാരണം എനിക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു. ഒരു പേപ്പറിലാണല്ലോ വരുന്നത്, ഇത് ഓൾറെഡി അല്ലാത്ത ഒരു ഫ്രെയിം ഒക്കെ വെച്ചിട്ട് നല്ല ഒരു കണ്ണാടി പോലെ തന്നെ ഇരിക്കുന്ന സാധനം. അപ്പൊ എന്റെ കണ്ണാടിയുടെ മേളിൽ അത് ഇരിക്കത്തില്ല, അതിന്റെ മേളിൽ എന്റേത് ഇരിക്കത്തില്ല. അത് ഞാൻ കഷ്ടപ്പെട്ട ചെവി കേൾക്കാൻ എനിക്ക് തിയേറ്ററിലൊക്കെ കണ്ണാടി വെക്കാതെ എനിക്ക് കാണാൻ പറ്റത്തില്ല, ആളുടെ മുഖം അറിയത്തില്ല. അപ്പൊ അത് പക്ഷെ എന്റെ മണ്ടത്തരം അല്ലല്ലോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ ഓർക്കുന്ന പേപ്പറിലുള്ള സാധനം തരുന്നേന്നാ ഓർക്കുന്നത്. അത് കൊള്ളാം. ഇപ്പൊ എന്ത് നടക്കുന്നതല്ലേ? 2024 കിട്ടിയ ഏറ്റവും വലിയൊരു ബെസ്റ്റ് മെമ്മറി? തായ്ലൻഡ് ട്രിപ്പ്. അത് എങ്ങനെയാ? ഇവിടെ പറയുന്നത് നമ്മള് വലിയ ക്രിയേറ്റേഴ്സ് അല്ല, അപ്പോൾ നമ്മളെ അവർ സമീപിച്ചു. നമുക്ക് ഏകദേശം നല്ലൊരു ബഡ്ജറ്റിൽ നമുക്ക് പോകാൻ പറ്റി. നമുക്ക് തായ്ലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. നമ്മുടെയൊക്കെ വലിയ എല്ലാവരും മിക്കവരുടെയും ആഗ്രഹമായിരിക്കാം തായ്ലൻഡ്, പട്ടായൊക്കെ. അപ്പോൾ ഫസ്റ്റാണ് ഞങ്ങളുടെ. അപ്പോൾ അത് നല്ലൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റി. അത് വലിയൊരു കാര്യമാണെന്നാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ രണ്ടുപേർക്കും അതാണോ? പിന്നെ അത് നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ ഈ 2024 നമ്മളെല്ലാവരും ഓരോ റെസൊല്യൂഷൻസ് എടുക്കുമല്ലോ, എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ടാർഗറ്റ് വെക്കുമല്ലോ. എന്നിട്ട് അത് ഫെയിൽഡ് ആയി പോയൊരു കാര്യം ഇതുവരെയായിട്ട് നടന്നിട്ടില്ല. എന്തോ ഈ വ്ലോഗ് ചെയ്യണമെന്ന് പറഞ്ഞ സാധനം അത് ഞാൻ എപ്പോഴും ആലോചിക്കും, പക്ഷെ നടക്കാറില്ല. അത് ഓക്കെ. നീരജന്? എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലായിരുന്നു. പ്ലാനുകളൊന്നും വെച്ചാൽ നടക്കത്തില്ല. എനിക്കറിയാം, നമുക്കൊരു പ്ലാനും ഇല്ല. എന്നെ സംബന്ധിച്ച് ഇതൊന്നും നടക്കുന്നൊന്നും എനിക്ക് ഒരു ഉറപ്പില്ലായിരുന്നു. അപ്പോ അങ്ങനെ എങ്ങനെ പോകുന്നു അങ്ങനെ പോകാന്ന് മാത്രമേ ഞാൻ വിചാരിക്കാറുള്ളൂ. എന്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. പ്ലാനിങ് ഒന്നും നടക്കാറില്ല. ഇപ്പൊ എന്ത് സംഭവിക്കുന്നു ആ വഴിക്ക് അങ്ങ് പോവാ. ഓക്കെ. അപ്പോൾ ആ റാപ്പിഡ് ഫയർ നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം പ്രേമിച്ച് നടക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞല്ലെങ്കിൽ ഒരുപാട് വേറൊരു രീതിയിലായിരിക്കുമല്ലോ. കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ലൈഫൊക്കെ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ട്രാജഡി ആയിട്ടാണ് പൊക്കോണ്ടിരുന്നത്. ചിലർക്ക് കല്യാണം കഴിയുമ്പോഴേ നല്ലതായിട്ടിരിക്കുന്നത് കൊണ്ട് കുറച്ച് മുന്നോട്ട് വരുമ്പം എന്നേലും പറ്റിയാൽ അത് പ്രശ്നമാവല്ലോ. നമുക്ക് കഴിഞ്ഞപ്പോൾ തൊട്ടേ പ്രശ്നങ്ങൾ. അത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സുഹൃത്തുക്കൾ വഴി ഉണ്ടായ പ്രശ്നങ്ങളാണ്. അതായത് ഇവളുടെ സൈഡിൽ നിന്നുള്ള ഒരു പ്രശ്നമല്ല. അപ്പോൾ കല്യാണം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് മൊത്തം പ്രശ്നങ്ങളാണ്. ജോലി പോയി, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത്രയും മോശം സിറ്റുവേഷനിൽ നിന്നാണ് നമ്മൾ വന്നത്. അപ്പോൾ ദൈവം ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്കിത് പ്ലസ് ആണ്.
ഇപ്പോൾ നമ്മൾ ഇപ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്ത് വരുന്നത്. കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ചിരിച്ചത് തന്നെ. അപ്പോൾ അത്രയ്ക്ക് നമുക്ക് മോശം അവസ്ഥയിലൂടെ പൊക്കോടുന്നത്. അന്ന് 1.5 കഴിക്കണം. 1 വർഷം കഴിഞ്ഞു. എന്നാലും കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് അതായത് ഭയങ്കര ഇമ്മീഡിയറ്റ് ആയിട്ട് എഫക്ട് ചെയ്ത സംഗതി അത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തൊട്ടാണ് പയ്യെ നമ്മൾ സെറ്റായി വന്നത്, നമ്മളൊന്ന് എൻജോയ് ചെയ്ത് തുടങ്ങിയത്, നമ്മൾ തന്നെ എല്ലാം നോക്കിയായി വന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പോകുന്നത് ഞങ്ങൾ ഹാപ്പിയാണ്. പോകുന്നു. ഇപ്പൊ ഇവിടൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അധികം അങ്ങനെ ഇൻഫ്ലുവൻസസ് ഒക്കെ കുറച്ച് കുറവുള്ള സ്ഥലമാണല്ലോ. അപ്പൊ ഈ നിങ്ങൾക്ക് ഇവിടെ ഭയങ്കര ഫാൻ ബേസ് ഒക്കെ ഉണ്ടോ? ഇത് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കാറൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ തിരിച്ചറിയപ്പെടാറുണ്ടോ? ചോദിക്കാറുണ്ട്, പക്ഷെ കോട്ടയത്തുള്ളവർക്ക് നമ്മൾ കോട്ടയംകാരാണെന്ന് അറിയാമെന്ന് തോന്നുന്നില്ല. ആണല്ലേ? ഇപ്പൊ ഒത്തിരി ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മളെ എല്ലാരും അറിയണമെന്നൊന്നും നിർബന്ധമില്ല. അറിയുന്നവർ എനിക്ക് തോന്നുന്നു മിക്കവരും. പക്ഷെ ഇവിടെയാണെന്ന് അറിയില്ലല്ലേ കോട്ടയത്ത്? നമ്മൾ കോട്ടയാണെന്ന്. കാരണം ഞാനും ഇവിടെ അല്ലായിരുന്നു പഠിച്ചതുമെല്ലാം. ഇവളും അതുപോലൊക്കെ തന്നെ ആയിരുന്നു. ഇവള് പഠിച്ചത് ഇവിടെയാണ്, വർക്ക് ചെയ്തതൊക്കെ എറണാകുളം ട്രിവാൻഡ്രം ആയിട്ടാണ്. ഞാൻ പഠിച്ചതൊക്കെ ട്രിവാൻഡ്രം അങ്ങനെയൊക്കെ ആയിട്ടാണ്, എറണാകുളം വർക്ക് ചെയ്തതൊക്കെ ആയിട്ടാണ്. അപ്പം അധികം പേർക്കും അറിയത്തില്ല. അതുകൊണ്ട് പക്ഷേ ഇവിടെ നമ്മ കുറച്ച് അറിയാം കോട്ടയത്തുള്ളവർക്കൊക്കെ. എന്നെ കുറച്ച് പേർക്കൊക്കെ, ഞാൻ ഇവിടെ ലോക്കൽ ബോയ് ആയതുകൊണ്ട് കുറച്ച് പേർക്കൊക്കെ നമ്മളെ അറിയാം. ആ ഒരു ഏരിയയിൽ. ഓക്കെ. അപ്പൊ ഈ അതായത് കോട്ടയം ബേസ്ഡ് ആവുമ്പോഴത്തേനെ നിങ്ങളാൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത്? അതൊരു സംഭവം പറയാ. എവിടെയോ കഴിക്കാൻ പോകാൻ വേണ്ടി കാർ ഇട്ടിട്ട് ഇറങ്ങി, അവിടുന്ന് 2 പേര് വരുവാ, ഞാൻ ഫ്രണ്ടിലാ. ഹായ് ഇതൊരു ഓടി വരുവാ, കൈ നേരം ഇങ്ങോട്ട് പോയി. മറ്റേ ബേസിൽ യൂണിവേഴ്സിലേക്ക് അല്ലേ, ടോവിനോ ബേസിൽ യൂണിവേഴ്സിലേക്ക് മുമ്പേ വന്ന ആള്. അതിനേക്കാളും ചീഞ്ഞു പോയി. ഒരാള് ഹായ് ആയിട്ട് നമ്മളങ്ങനെ മനസ്സിലാവും എനിക്കാണോ ഞാൻ ഇന്ന് കൈ കാണിച്ചത് പോയ വഴിക്ക് മുഴുവൻ കൈ കൊടുത്തു ആൾക്ക്. ഇവിടെ അത് കൈ. അപ്പൊ ഫാൻസ് ആർക്കാ? ഓക്കെ, ഇവളിത് പറയുന്ന സ്ഥിതിക്ക് വേറെ സാധനം ഞാൻ പറഞ്ഞുതരാം. തിയേറ്ററിൽ പോയിരിക്കുക, നമ്മുടെ ഓപ്പോസിറ്റ് ഇങ്ങനത്തെ ചേരാ, ഒരു 3-4 പേര് അവിടെ വട്ടത്തിരിക്കുക. അപ്പോൾ ഞാനിവിടെ, ഇവിടെ. അപ്പോൾ തന്നെ അവർ ചെറുതായിട്ടൊക്കെ നോക്കി. എനിക്കൊന്ന് NRIs അങ്ങനത്തെ ഫാമിലിയാണ്, ചെറുതായിട്ടൊക്കെ നോക്കുന്നുണ്ട്. പിള്ളേർ എങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ അവിടുന്ന് ഒരു അങ്കിളെ ഫോട്ടോ എടുത്ത് തരാമോ? ഫോട്ടോ ഫോട്ടോ എങ്ങനെയാണല്ലോ നമ്മൾ ഫോട്ടോ എടുക്കാൻ അങ്ങനെയാണല്ലോ. എന്റെ അടുത്ത് ഫോട്ടോ ഇങ്ങനെ പറഞ്ഞു, എന്റെ സെൽഫി എടുക്കുക എന്തോ ബുദ്ധിപൂർവമായിട്ട് ശകലം ചാനൽ എനിക്കുള്ളതുകൊണ്ട് ചാനൽ കൊണ്ടല്ല, എന്റെ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ തന്നെ എനിക്ക് തന്നെ തോന്നി ഇത് അവരുടെ ഫോട്ടോ എടുക്കാനാ പറഞ്ഞത്. എന്നിട്ട് ഞാനാ എടുത്തത്, ഇവളൊന്നും അറിയത്തൊന്നുമില്ല. ഞാൻ എന്തോ ക്ലിക്കായിട്ട് തിരിച്ചു പിടിച്ചു, അല്ലെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ. അല്ല, ഞാൻ അങ്ങനെ വിചാരിച്ചു, ഞാൻ മാറ്റി പിടിച്ചു. അതെങ്ങനെ തിരിച്ചു പിടിച്ചെടുത്തേക്ക് ചീഞ്ഞോ, അതിലിറങ്ങി പോയാൽ മതി എന്ന് വിചാരിച്ചാൽ മതി. പടത്തിനും പോകണ്ട, ഒന്നിനും ഭൂമി പിളർന്ന് താഴോട്ട് പോയാലും കുഴപ്പമില്ല. ഇതാകുമ്പോ സേഫാ. ഇൻ കേസ് നമ്മുടെ ആണെങ്കിൽ അയ്യോ ചേട്ടാ നിങ്ങളുടെ ഫോട്ടോയാണ് ചോദിച്ചതെങ്കിൽ അവര് പറയുമല്ലോ. ഇവിടെ ഒരാള് ഓക്കെ ഈശ്വര, ഭാഗ്യം ജസ്റ്റ് മിസ്സല്ലേ, രക്ഷപ്പെട്ടു പോയി. ഓക്കെ. ഇപ്പൊ ഇങ്ങനെ ഈ നമുക്ക് ഒരു വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ എന്തായാലും നെഗറ്റീവ് കമന്റ്സും വരും, പോസിറ്റീവ് കമന്റ്സും വരുമല്ലോ. അപ്പം ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾ അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? നിങ്ങളത് ബാധിക്കാറുണ്ടോ? മോശമായിട്ട് പറയുന്നവരോട് ഞാൻ വളരെ മോശമായിട്ട് തിരിച്ച് റിപ്ലൈ കൊടുക്കാറുണ്ടോ? അത് പറഞ്ഞില്ലല്ലോ നമ്മള്. ഞങ്ങൾ തായ്ലൻഡിൽ നിൽക്കുമ്പോഴത്തേക്ക് ഒരാള് നമ്മുടെ വീഡിയോ 90s കിഡ്സിന്റെ ഇപ്പോഴത്തെ അതായത് അവസ്ഥയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാ. ഇപ്പം നടുവേദനയാണ് ആ സാധനം. അതിനൊരാള് വന്നിട്ട് കമന്റ് ചെയ്തു, ഇൻബോക്സിൽ വന്നിട്ട് നമ്മളെ ചീത്തയൊക്കെ പറഞ്ഞു, അങ്ങനെ ഭയങ്കര മോശമായിട്ട് സംസാരിച്ചു. അങ്ങനെ നമ്മൾ തായ്ലൻഡിൽ ഇരുന്ന് അവിടെ വെച്ച് തന്നെ നമ്മള് ഓൺലൈൻ വഴി ഇങ്ങനെ ചെയ്തു. വന്നു കഴിഞ്ഞിട്ട് 1 മാസമായോ ഇവിടെ വന്നിട്ട് ഒരു 15 ദിവസത്തിനുള്ളിൽ തന്നെ പുള്ളിയെ വിളിച്ചു, സ്റ്റേഷനിൽ ചെന്നു. പിന്നെ അത് ഇൻബോക്സ് വരുമ്പോൾ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഉറപ്പായിട്ട് അതിന്റെ ലീഗലായിട്ട് നോക്കാന്നല്ലേ ഉള്ളൂ. പിന്നെ കമന്റ്സിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ മൂത്തിരിക്കുകയാണ്, ഞാൻ നടന്നു പറയും രസം. ഞാൻ കമന്റ്സ് അങ്ങനെ നോക്കത്തില്ല. നേരത്തെ എനിക്ക് കാണുമ്പോൾ ദേഷ്യം വരുമായിരുന്നു, തിരിച്ച് പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയായിരുന്നു. അല്ല, ഇൻസ്റ്റാഗ്രാമിൽ അധികം വരത്തില്ല. യൂട്യൂബിൽ ഇപ്പൊ അക്കൗണ്ട് നമുക്ക് പിടിക്കാൻ പറ്റുമല്ലോ. യൂട്യൂബിൽ ചുമ്മാ ഒരു രസത്തിന് 2 കൊടുത്താലൊക്കെ പറ്റും. പക്ഷേ
ടൈം എടുക്കുമായിരിക്കും. വേണ്ടാന്ന് വെച്ചിട്ടാ. ഇപ്പം ഞാൻ നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു സംസാരം എടോ പോടോ വാടോ ഒക്കെ, അതായത് നമ്മൾ ആ ഒരു സെയിം ഏജ് അങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷെ നമ്മൾ ചിലപ്പം വീട്ടിലൊക്കെ നിൽക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് തർക്കത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്കിനും നമ്മുടെ സൗണ്ടൊക്കെ റേസ് ആകുമ്പോഴത്തേനും പുറത്ത് പപ്പായ ഇവരെന്താ ഫുൾ അടിയാണോ അങ്ങനെയൊക്കെ തോന്നുമല്ലോ. അതിനേക്കാൾ അടിയായിരിക്കും. ഇവിടെ നമ്മൾ ഉപദേശിച്ചിട്ട് പോകും, നിന്റെ സൗണ്ട് എന്നാ സൗണ്ട് അറിയോ, എന്റെ പിള്ളേരെ നിങ്ങൾ ഇത് എന്നാ ഒച്ച ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിന് എനിക്ക് വഴക്കാവും മിക്കപ്പോഴും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാകുമ്പോ ഒച്ച കൂടും. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ഒരു അമ്മച്ചി പറയും നാട്ടുകാര് മൊത്തം നോക്കുമല്ലോ, കേട്ട എന്നാ നാണക്കേടാണ്, ഈ പരിപാടി നിർത്തിക്കോ, നിങ്ങൾ ഈ വീഡിയോ പരിപാടി ഒന്ന് നിർത്താവോ, ഇവിടെ സമാധാനം ഇല്ല അകരെ എന്ന് പറയും. 2 minutes later അച്ഛൻ അമ്മ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത്, എഴുതി വെച്ചിട്ടുണ്ടോ ഇതുവരെ ചെയ്ത്. അല്ല അപ്പൊ നിങ്ങൾ പോയി പറയാറുണ്ടോ പതുക്കെ സംസാരിക്കുക? അത് തീർന്നിട്ട് പോയി. ഇപ്പൊ നമ്മളല്ലേ ആദ്യം തുടങ്ങിയത്, ഇപ്പൊ നേരെ തിരിച്ചെഴുതാൻ പറ്റി സംസാരിക്കാറ്. ചിരിക്കും. അല്ല ഇതുപോലെ തന്നെ ഇപ്പം നോർമൽ വീട്ടിലൊക്കെ കണ്ടുവരുന്നതാണ്. ഇപ്പൊ പണ്ട് നമ്മളോട് പറയുന്നത് ഫോണൊന്നും അധികം യൂസ് ചെയ്യരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നോക്കുമ്പോൾ അവരാണ് ഫുൾ ടൈം തൊണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കൂടുതലും ഈ ബിഹൈൻഡ് ദ സീൻസിന്റെ വീഡിയോസ് ഒക്കെ ഇടാറുണ്ടല്ലോ, അപ്പൊ അതില് ഇടയ്ക്കൊക്കെ ഇടാറുണ്ടല്ലോ. ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ കണ്ടു ഒരു കരാട്ടെ സംഭവത്തിനൊക്കെ ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ ഇടുന്നത്. അതില് ഭയങ്കര ഫണ്ണിയാണല്ലേ ആ ബിഹൈൻഡ് ദ സീൻസ് കാണുമ്പോഴത്തേന്. ഏറ്റവും കൂടുതൽ ടേക്ക് ഒക്കെ എടുക്കാറുള്ളത് ആരാ? ഞാൻ മിണ്ടിയില്ലല്ലോ, ഞാൻ തന്നെയാ. പറഞ്ഞു. അതെന്താന്ന് വെച്ചാൽ എനിക്ക് ചിലപ്പോൾ എടുത്തു കഴിയുമ്പോൾ എനിക്ക് തന്നെ തോന്നും അത് വേണ്ട ഒന്നുകൂടെ മാറ്റണം എന്ന് പറഞ്ഞു. എനിക്ക് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണമെന്ന് ഒരു തോന്നലുണ്ട്. അത് ആ വീഡിയോയുടെ കാര്യത്തിൽ മാത്രമല്ല, ഞാൻ എന്നാ ചെയ്താലും അത് അങ്ങനെ ആക്കണമെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ടേക്ക് എടുപ്പിക്കും. എടുത്തിട്ട് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറയടോ എനിക്ക് ഒന്നുകൂടെ എടുത്താന്ന് പറയും. അപ്പം ഒരു ഭയങ്കര സന്തോഷം. കുറെ നാളായിട്ട് എനിക്ക് ആഗ്രഹമായിരുന്നു വന്ന് ഇന്റർവ്യൂ ഒക്കെ എടുക്കണം എന്നുള്ളത്. അപ്പം സന്തോഷം സംസാരിക്കാൻ പറ്റുന്നത്. അതല്ല നീരജേട്ടൻ ആ പെങ്കുച്ചിനോട് സാധാരണ നിന്നിട്ട് കൊടുത്തിട്ട് പോയിട്ട് ശല്യം കുറെ വർഷമായി പുറകെ നടക്കാൻ തുടങ്ങിയിട്ടത്. അല്ല അതല്ല, ഞാൻ പറഞ്ഞല്ലോ നമ്മള് ഇന്റർവ്യൂവിൽ വരാത്തതിന്റെ മെയിൻ കാര്യം വല്ല വളുപ്പം പറഞ്ഞ് എന്തിനാ വെറുതെ. നമ്മൾ സംസാരിക്കാത്ത ആൾക്കാരൊന്നും അല്ല, സംസാരിച്ചാൽ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ടാണ് നമ്മൾ വേണ്ടത് വെക്കുന്നത്. ഇപ്പൊ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേനും മറ്റേ നമ്മൾ ആ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു നല്ല പരിപാടിയൊക്കെ ആയിട്ട് വന്നു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പം അടിപൊളിയാവട്ടെ. ഇപ്പം ഈ വർഷം അല്ല കഴിഞ്ഞ വർഷം തായ്ലൻഡിൽ പോയാലും ഈ വർഷം വേറെ എവിടെയും ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം താങ്ക് യു സോ മച്ച്. ഓക്കെ, ഓക്കെ.